Hello dear children, welcome to Kids Area Online. Second term exam start ആകാറായി. നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ? പഠിച്ചു തുടങ്ങണ്ടേ? വേണോ അല്ലേ? നമുക്ക് തുടങ്ങിയാലോ? എക്സാമിന് പഠിച്ചു തുടങ്ങാം. യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ മലയാളം ആണ് പഠിക്കുന്നത്. ക്ലാസ് 3 മലയാളം. എല്ലാവരും ബുക്കൊക്കെ എടുത്തോളൂ. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നെക്സ്റ്റ് ടേം തേർഡ് ടേം ട്യൂഷൻ ഡിസംബർ 29 തിങ്കളിനാണ് സ്റ്റാർട്ട് ചെയ്യുക. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാം. 3ാം ക്ലാസ്സിൻ്റെ ട്യൂഷൻ ഡിസംബർ 29 തിങ്കളിന് ആരംഭിക്കുകയാണ്. മൺഡേ മുതൽ ഫ്രൈഡേ വരെ എല്ലാ ദിവസവും 1 hour ലൈവ് ക്ലാസ് ഉണ്ടാകും. ലൈവ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ ദിവസത്തെ റെക്കോർഡഡ് ക്ലാസ് അയച്ചു തരും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇതിന് പുറമെ ഇംഗ്ലീഷ്, മലയാളം എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അതിപ്പോൾ 2 ബാച്ച് നടന്നുകൊണ്ടിരിക്കുവാണ്. അടുത്ത ബാച്ച് സ്റ്റാർട്ടാകുന്നത് ഏപ്രിൽ മെയ് വെക്കേഷൻ ടൈമിലാണ്, ഏപ്രിലായിരിക്കും. ഓക്കെ, അപ്പോൾ മാർച്ചിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ വച്ചേക്കുക. ഓർമ്മിക്കാനായിട്ട് നേരത്തെ അറിയിച്ചു എന്നേ ഉള്ളൂ. അഡ്മിഷൻ എടുക്കുവാനായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഇങ്ങനൊരു പോർഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ടീച്ചർ വായിച്ചു തരാം. പണി ഉപകരണങ്ങളുടെ പേരെടുത്താലോ? കലപ്പ, നുകം, മരം, കൈക്കോട്ട്, അരിവാൾ, ട്രാക്ടർ, ട്രില്ലർ, കൊയ്ത്തുമെതി യന്ത്രം എന്നിങ്ങനെ ഒരുപാട് കാണാം. അപ്പോൾ പണി ഉപകരണങ്ങളുടെ പേരുകളാണ്. ഇത് കൃഷിപ്പണിയുടെ ഉപകരണങ്ങളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൃഷിപ്പണിയുടെ എന്തൊക്കെ ഉപകരണങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? കലപ്പ, നുകം, മരം, കൈക്കോട്ട്, അരിവാൾ, ട്രാക്ടർ, ട്രില്ലർ, കൊയ്ത്തുമെതി യന്ത്രം. ഇനി അടുത്തെന്താ പറയുന്നത് നോക്കാം. പാടം, തോട്, കതിര്, പതിര്, വിളവ്, നിറവ്, നനവ്, ഉറവ് എന്നിങ്ങനെ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ നാം ഉപയോഗിക്കുന്ന മറ്റു വാക്കുകൾ എത്രയാണ്? നമ്മൾ ആദ്യം പണി ഉപകരണങ്ങൾ, കൃഷിയുമായി ബന്ധപ്പെട്ട പണി ഉപകരണങ്ങളുടെ പേര് പറഞ്ഞു അല്ലേ. ഇവിടെയോ കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് പാടം, തോട്, കതിര്, പതിര്, വിളവ്, നിറവ്, നനവ്, ഉറവ്. ഇനി കൃഷിയുമായി ബന്ധപ്പെട്ട വേറെന്താ ഉള്ളത്? ചൊല്ലുകളുണ്ട്. എന്തൊക്കെയാണ് ചൊല്ലുകൾ? ഇനി ചൊല്ലുകളുടെ കാര്യം എടുത്താലോ? കൃഷി ചൊല്ലുകൾ അനവധിയുണ്ട്. മുളയിലറിയാം വിള, അടുത്തു നട്ടാൽ അഴക്, അകലെ നട്ടാൽ വിളവ്, വിത്താഴം ചെന്നാൽ പത്തായം നിറയും, ഞാറില്ലെങ്കിൽ ചോറില്ല എന്നിങ്ങനെ ഒത്തിരി കൃഷിച്ചൊല്ലുകളുണ്ട്. നോക്കൂ, ഭാഷയുടെ വളർച്ചയെ തൊഴിലുകൾ എന്തുമാത്രം സഹായിക്കുന്നു. ഇവിടെ എന്താണ്? തൊഴിൽ. ഒരു തൊഴിലിനെ കുറിച്ച് ഒത്തിരി വാക്കുകൾ നമുക്ക് പറയാനുണ്ട് അല്ലേ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പണി ഉപകരണങ്ങൾ, അതിൻ്റെ വാക്കുകൾ, കൃഷിയെക്കുറിച്ചുള്ള വാക്കുകൾ, അതിൻ്റെ ചൊല്ലുകൾ, കടങ്കഥകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ ചൊല്ലുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർമ്മിച്ച് വെച്ചേക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അടുത്ത ടീച്ചർ പറയാൻ പോകുന്നത്. ഇവിടെ ഈ കൃഷിയുടെ ചൊല്ലുകൾ നിങ്ങൾ എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ അറിയണം. മുളയിലറിയാം വിള. എല്ലാവരും പറഞ്ഞേ, മുളയിലറിയാം വിള. ഇനി നമ്മൾ നെൽപ്പാടമൊക്കെ കണ്ടിട്ടുണ്ടോ? അത് അടുത്തടുത്ത് നിൽക്കുമ്പോൾ കാണാൻ നല്ല അഴകാണല്ലേ. പക്ഷെ നല്ല വിളവ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? അകലെ നട്ടാൽ വിളവ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർമ്മിച്ച് വെച്ചിരിക്കാൻ പറ്റുമല്ലോ. അടുത്ത് നട്ടാൽ അഴക്, അകലെ നട്ടാൽ വിളവ്. ഇനി 3ാമത്തെ പഴഞ്ചൊല്ല് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വിത്താഴം ചെന്നാൽ പത്തായം നിറയും. നല്ല രീതിയിൽ വിത്ത് നട്ടാൽ മാത്രമേ പത്തായം നിറയുന്ന രീതിയിൽ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റൂ. വിത്താഴം ചെന്നാൽ പത്തായം നിറയും, ഞാറില്ലെങ്കിൽ ചോറില്ല. നമ്മൾ ഞാറ് നട്ടില്ലെങ്കിൽ ചോറുണ്ടാവോ? ഇല്ല. ഞാറില്ലെങ്കിൽ ചോറില്ല. അപ്പോൾ ഇതിലേതെങ്കിലും 2 പഴഞ്ചൊല്ല് എന്ത് ചെയ്യണം? നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. എക്സാമിന് മുമ്പ് തന്നെ പഠിച്ചു വെച്ചേക്കാം. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാറില്ലെങ്കിൽ ചോറില്ല, അടുത്ത് നട്ടാൽ അഴക്, അകലെ നട്ടാൽ വിളവ്. ഏതെങ്കിലും, മുളയിലറിയാം വിള, ഏതെങ്കിലും 2 എന്ത് ചെയ്യണം? നല്ലതുപോലെ പഠിച്ചു വയ്ക്കാം.
നമ്മൾ ചിത്രവായനയാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചിത്രവായന. ശിഖയുടെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ഫാത്തിമ കണ്ട ഒരു കാഴ്ചയാണ് ചുവടെയുള്ളത്. അപ്പോൾ ശിഖയുടെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ഫാത്തിമ പോവാണ്. ശിഖയുടെ വീട്ടിൽ ക്രിസ്മസ് കരോളിന് പങ്കെടുക്കാനായിട്ട് പോകുന്നുള്ള രീതിയിലാണ് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണ്. എന്തൊക്കെയാണുള്ളത്? ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് അവയുടെ പേരുകൾ എഴുതൂ. ചിത്രത്തിൽ കാണുന്നവയുടെ പേര് എഴുതണം. ഇതെന്താണ് ചിത്രത്തിൽ കാണുന്നത്? വയൽ അല്ലെങ്കിൽ പാടം. ഇവിടെ എന്തുണ്ട്? കലപ്പയുണ്ട്, കർഷകനുണ്ട്, കൊക്കുണ്ട്, ട്രാക്ടറുണ്ട്, തെങ്ങുണ്ട്, കിളികളുണ്ട്, മേഘമുണ്ട്, മല കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ ചിത്രത്തിൽ കാണുന്നവയുടെ പേരുകൾ എഴുതാനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിനെന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? അക്ഷരമാല ക്രമത്തിൽ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ടീച്ചർ പറയുന്നില്ല. അക്ഷരമാല ക്രമത്തിൽ എഴുതാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? ചിത്രവായന. ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നു? വയൽ, തെങ്ങ്, കാള, കൊക്ക്, കലപ്പ, ട്രാക്ടർ, മേഘം, കർഷകൻ, കിളികൾ എഴുതാം. അപ്പം മല എഴുതാം. മനസ്സിലായോ? അപ്പോൾ ചിത്രത്തിൽ എന്തൊക്കെയാണ് കണ്ടത് അത് എഴുതുന്നതാണ് ചിത്രവായന. ഈ ചിത്രത്തെ നിങ്ങൾ മനസ്സിലാക്കി. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തെക്കുറിച്ച് വിവരണം എഴുതാനായിരിക്കും ചോദിക്കുക. ചിത്രത്തിൽ കാണുന്നതിനെ വിവരിച്ചെഴുതുക. ഒരു കർഷകൻ കൃഷി എന്ത് ചെയ്യുകയാണ്? കൃഷിക്കായിട്ട് നിലം ഉഴുകുകയാണ്. ആയിട്ട് നമുക്ക് എന്തെഴുതാം? അവിടെ വരുന്ന മീനുകൾ തിന്നുവാൻ ആരെ കാത്തിരിക്കുന്നു? നിലം ഉഴുമ്പോൾ കൊക്കുകൾ അവിടെ വരുന്ന ചെറിയ പ്രാണികളെ കഴിക്കുവാൻ അല്ലെങ്കിൽ മീനുകളെ കഴിക്കുവാൻ കൊക്ക് കാത്തിരിക്കുന്നു. ഇതൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വിവരണം എഴുതാൻ പറഞ്ഞാൽ ആ രീതിയിൽ എഴുതുക, വിവരിച്ചെഴുതുക. ഇനി ചിത്രത്തിൽ കാണുന്നത് എന്തൊക്കെയാണ്? അവിടെ പേരുകൾ എഴുതാൻ പറഞ്ഞാൽ പേരെഴുതുക. ഇനി ഇതിൽ നിന്ന് വരുന്ന അടുത്തൊരു കാര്യമാണ് ചിത്രത്തിലെ ആശയവുമായി ബന്ധപ്പെട്ട ഒരു ചൊല്ലെഴുതൂ. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ചൊല്ലെഴുതൂ. എന്ത് നമുക്ക് എഴുതാം? വിത്താഴം ചെന്നാൽ പത്തായം നിറയും. നമ്മൾ നേരത്തെ പഠിച്ചു, അതെഴുതാം. വേറെ എന്തെഴുതാം? എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം. എല്ലുമുറി, ഇവിടെ അധ്വാനമല്ലേ? അധ്വാനിക്കുകയല്ലേ? ജോലി ചെയ്യുകയല്ലേ? അതെ. അപ്പം എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം. അപ്പോൾ ഇങ്ങനെ കൃഷി ചൊല്ലുകൾ ഓർമ്മിച്ച് വെച്ചേക്കുക. ചിത്രം തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് എഴുതാൻ പറഞ്ഞാൽ എഴുതണം. ഇവിടെ ടീച്ചർ ഇവിടെ എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം എന്നൊരു പഴഞ്ചൊല്ല് പറഞ്ഞു. ഇനി അടുത്ത് ചോദിക്കാവുന്ന ഒരു കാര്യമാണ് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ചൊല്ലെഴുതി അതിൻ്റെ അർത്ഥവും വിശദീകരിക്കുക. ചൊല്ലെഴുതുക, ഇഷ്ടമുള്ളൊരു ചൊല്ലെഴുതാം. ആ ചൊല്ലെഴുതിയിട്ട് അതിൻ്റെ അർത്ഥവും കൂടി എഴുതണം. ഇപ്പോൾ ടീച്ചർ ഇവിടെ ഇപ്പോൾ പറഞ്ഞത് തന്നെ എഴുതുന്നു. എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം. അതിൻ്റെ അർത്ഥം എന്താ? നന്നായി അധ്വാനിച്ചാൽ സുഖമായി ജീവിക്കാം. നന്നായി അധ്വാനിച്ചാൽ സുഖമായി ജീവിക്കാം എന്നാണ് എൻ്റെ അർത്ഥം. എല്ലുമുറിയെ പണി ചെയ്താൽ എന്ന് പറഞ്ഞാൽ നന്നായി അധ്വാനിച്ചാൽ, പല്ലുമുറിയെ തിന്നാന്ന് പറഞ്ഞാൽ സുഖമായി ജീവിക്കാം. അപ്പം എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം, നന്നായി അധ്വാനിച്ചാൽ സുഖമായി ജീവിക്കാം. അപ്പം ഇങ്ങനെ പഴഞ്ചൊല്ല് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വാക്കുകൾ, കൃഷി ഉപകരണം നമ്മൾ പഠിച്ചല്ലോ, കൃഷി ഉപകരണങ്ങളുടെ പേരുകൾ, കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ, കൃഷിയുമായി ബന്ധപ്പെട്ട ചൊല്ലുകൾ. ഇപ്പോൾ അടുക്കളയിൽ നിന്ന് എടുക്കുവാണെങ്കിലും നിറയെ വാക്കുകളില്ലേ? ഒത്തിരി വാക്കുകൾ നമുക്ക് തവി, കറി, അമ്മി, മിക്സി, പാത്രങ്ങൾ, ഇങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പോൾ ആശുപത്രി എടുക്കുകയാണെങ്കിലോ ഡോക്ടർ, നേഴ്സ്, മരുന്ന്, ഇഞ്ചക്ഷൻ, രോഗികൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏത് ജോലി എടുത്താലും അതുമായി ബന്ധപ്പെട്ട ഒത്തിരി വാക്കുകൾ നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ? മനസ്സിലായി. ഇങ്ങനെ അർത്ഥം ചൊല്ലെഴുതി അർത്ഥം വിശദീകരിക്കുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു ചൊല്ലെഴുതി അർത്ഥം എഴുതേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കുന്ന ചൊല്ലിന് അർത്ഥം എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് നല്ലതുപോലെ എല്ലാവരും ഓർമ്മിച്ച് വെച്ചേക്കാം. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നെക്സ്റ്റ് ടേം, തേർഡ് ടേം ട്യൂഷൻ ഡിസംബർ 29 തിങ്കളിനാണ് സ്റ്റാർട്ട് ചെയ്യുക. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാം. 3ാം ക്ലാസ്സിൻ്റെ ട്യൂഷൻ ഡിസംബർ 29 തിങ്കളിന് ആരംഭിക്കുകയാണ്. മൺഡേ മുതൽ ഫ്രൈഡേ വരെ എല്ലാ ദിവസവും 1 hour ലൈവ് ക്ലാസ് ഉണ്ടാകും. ലൈവ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ ദിവസത്തെ റെക്കോർഡഡ് ക്ലാസ് അയച്ചു തരും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇതിന് പുറമെ
ഇംഗ്ലീഷ്, മലയാളം, എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അതിപ്പോൾ 2 ബാച്ച് നടന്നുകൊണ്ടിരിക്കുവാണ്. അടുത്ത ബാച്ച് സ്റ്റാർട്ടാകുന്നത് ഏപ്രിൽ മെയ് വെക്കേഷൻ ടൈമിലാണ്, ഏപ്രിലായിരിക്കും. ഓക്കെ, അപ്പോൾ മാർച്ചിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ വച്ചേക്കുക, ഓർമ്മിക്കാനായിട്ട് നേരത്തെ അറിയിച്ചു എന്നേ ഉള്ളൂ. അഡ്മിഷൻ എടുക്കുവാനായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.